പെണ്ണിട്ടേക്കുന്ന ഡ്രസ്സ് കൊള്ളാമല്ലോ. എന്നാലും എൻ്റെ ഡ്രസ്സ് അടിപൊളിയാണ്. ലിപ്സ്റ്റിക്കും ഓർണമെൻറ്റ്സും കമ്മലും കല്യാണ പെണ്ണിനെക്കാട്ടിലും അടിപൊളി ഞാൻ തന്നെയാണ്. പെണ്ണിൻ്റെ അനിയത്തി ഇട്ടിരിക്കുന്ന ലെഹങ്ക കൊള്ളാം. അടിപൊളി ഡ്രസ്സ്. ഇത് 10,000 രൂപയായി കാണും. എന്നാലും എൻ്റെ ഡ്രസ്സ് ഒട്ടും മോശമൊന്നും അല്ല. എൻ്റെതും ആ ഒരു റേറ്റൊന്നും എത്തത്തില്ലേലും 1,500 രൂപയൊക്കെ വരും. എന്നാലും കൊള്ളാം, ഞാൻ അടിപൊളിയാണ്. എന്നാലും പെണ്ണിൻ്റെ അനിയത്തി ഇട്ടിരിക്കുന്ന ആ നെക്ലേസ് സ്വർണ്ണമാണ്. സ്വർണ്ണം ഇടാനുള്ള ഇതൊന്നും അവർക്കില്ല. ഡയമണ്ട് വല്ലതും ആണോ? അങ്ങനെ വരാൻ ഒരിക്കലും വഴിയില്ല. മേക്കപ്പൊക്കെ നല്ലപോലെ ഇട്ടിട്ടുണ്ട്. എൻ്റെ ചേച്ചിയുടെ കല്യാണം വരട്ടെ, ഞാനും നല്ലപോലെ മേക്കപ്പൊക്കെ ഇടും. ലിപ്സ്റ്റിക്കൊക്കെ എന്തോരോ വാരിയിട്ടിരിക്കുന്നത്. പെണ്ണിൻ്റെ അനിയത്തി ഇത്ര ഒരുങ്ങേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിപ്പോൾ പെണ്ണിനെക്കാട്ടിലും അടിപൊളി പെണ്ണിൻ്റെ അനിയത്തിയാണല്ലോ. അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇത് കുറച്ച് ഓവറല്ലേ. അവിടെ വയറൊക്കെ കാണുന്ന ഉടുപ്പായിട്ടിരിക്കുന്നത്. പക്ഷേ പറയാൻ വയ്യ, നല്ല രസമൊക്കെ ഉണ്ട് കാണാൻ. അസൂയ കൊണ്ടൊന്നുമല്ല ഞാൻ അങ്ങനെ പറയുന്നത്. എന്നാലും അവൾ അടിപൊളി. എന്നാലും ഞാൻ അടിപൊളിയാണ്. ഞാൻ ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് നല്ല അടിപൊളിയായിട്ടാണല്ലോ വന്നേക്കുന്നത്. ഞാനൊട്ടും മോശമൊന്നും അല്ല. എൻ്റെ ചേച്ചിയുടെ കല്യാണം വരുമ്പോൾ ഇതിലും അടിപൊളിയായിട്ട് ഞാനും വരുന്നു. അവളുടെ പത്രാസ് കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ നാളെ നീ ഞങ്ങളുടെ കൂടെ തന്നെ അടി കൂട്ടുകൂടേണ്ടത്. അവൾക്ക് എന്തോ ജാടയൊന്നും കണ്ടില്ല. അവൾ നമ്മളെ മൈൻഡ് ചെയ്യുന്ന പോലില്ല. ഇടയ്ക്ക് നോക്കും, ഇതൊരു ചിരി മാത്രം.